ദേവി കുറെ കാര്യമായിട്ട് തന്നെ ദേവന്മാരെയൊക്കെ ഉപദേശിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ഉപദേശമൊക്കെ നമ്മളെയാണ് ഉപദേശിക്കുന്നത്. പക്ഷെ നമുക്ക് ദേവന്മാരെ ഉപദേശിക്കുന്നതായിട്ടാണ് ഇതിൽ പറഞ്ഞു തരുന്നത്. അവസാനമായിട്ട് ആ മായ എന്താണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. എത്രമാത്രം മായയിൽ നമ്മൾ കുടുങ്ങിയിരിക്കുന്നു എന്നുള്ളതിന് ഞാൻ ഒരു അനുഭവ കഥ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മളൊക്കെ വിചാരിക്കുന്നു ഞാൻ എന്നുള്ളതായ എനിക്ക് വീടുണ്ട്, എനിക്ക് ബാങ്ക് ബാലൻസ് ഉണ്ട്, എനിക്ക് ബന്ധുക്കളുണ്ട്, എനിക്ക് പേരക്കുട്ടിയുണ്ട്, എന്റെ എന്ന് പറയാനായിട്ട് ഒരുപാട് സാധനങ്ങൾ നമുക്കുണ്ടെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നു, ഞാൻ മരിച്ചിട്ട് 5 ദിവസം കഴിഞ്ഞ് നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നാൽ തിരിച്ച് നിങ്ങൾ നിങ്ങളുടെ വീടെത്തിയാൽ അപ്പൊ കുളിക്കും. അത് ഞാൻ ഇപ്പൊ ചിന്തിക്കണം. അപ്പോ എനിക്ക് മനസ്സിലാവും എന്റെ വില എത്രയുണ്ടെന്ന്, അല്ലേ? ഞാൻ ഇരുന്ന സ്ഥലത്ത് വന്നതിന്റെ പേരിൽ നിങ്ങൾ കുളിക്കുന്നുവെങ്കിൽ എന്താ എന്റെ മഹത്വം, അല്ലേ? ഇപ്പൊ എന്താ സ്വാമി 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 എന്നൊരു സ്നേഹം അനുഭവത്തിൽ നോക്കൂ. ഞാനെന്ന് വിചാരിക്കുന്നതായ ഈ മനുഷ്യന് നമുക്ക് എന്ത് വിലയുണ്ട് എന്നുള്ളതാണ്. എൻ്റെ ഒരു അയൽക്കാരൻ, അയാളുടെ മകൻ ഒരു പുതിയ കാറ് വാങ്ങിക്കൊടുത്തു. കാറ് വാങ്ങിക്കൊടുത്തപ്പോ ഇയാൾ എന്നോട് പറഞ്ഞു, മുരളിസ്വാമി, നിങ്ങൾ ഇങ്ങനെ പുതിയ വണ്ടിയൊക്കെ കിട്ടിയാൽ പൂജയൊക്കെ കഴിക്കാനായിട്ട് ക്ഷേത്രങ്ങളിലൊക്കെ പോകൂലേ? അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, എനിക്ക് പുതിയ വണ്ടി മകൻ വാങ്ങി തന്നിട്ടുണ്ട്. ഏതെങ്കിലും അമ്പലത്തിൽ പോകണമെങ്കിൽ പോവുകയും ചെയ്യാം, ഒരു പൂജയും ആവാം വണ്ടിക്ക് എന്നാണ്. ആരെങ്കിലും വിളിക്കാൻ കാത്തിരിക്കുന്നവനാ ഞാന്. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, നമുക്ക് പഴനിക്ക് പോവാമെന്ന്. അങ്ങനെ പഴനിയിലേക്ക് അദ്ദേഹം കാറോടിച്ചിട്ട് പഴനിയില് ആ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുപോയിട്ട് കാറ് നിർത്തി. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ വളരെ ചെറുതായിട്ട് മഴപ്പാറ്റുന്നു. തമിഴ്നാട്ടില് മഴപ്പാറ്റിയാല് വെള്ളം അങ്ങനെ കാലിൽ ഒട്ടും, ആ നിലമൊക്കെ ഇങ്ങനെ ഒട്ടും, വളരെ വൃത്തികേടാവും, പ്രത്യേകിച്ച് പഴനി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അദ്ദേഹത്തെയും കൂട്ടിയിട്ട് പഴനിയില് അടിവാരത്തിലെത്തി. എപ്പോഴാണോ ഞാൻ ആ ഗണപതിയുടെ അടുത്ത് എത്തിയത്, അതിനു മുൻപ് തന്നെ ഞാൻ എന്റെ ചെരുപ്പ് കുറച്ച് ദൂരത്ത് ഊരി വലിച്ചെറിഞ്ഞിരുന്നു. ആ സന്ദർഭത്തിൽ ഇദ്ദേഹം കാലിന് ചെരുപ്പിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ മഴപ്പാറ്റിയ കാരണം അവിടെ വൃത്തികേടാണ്. അപ്പൊ അദ്ദേഹം ചെരുപ്പിട്ടിട്ടാണ് വന്നത്. നടക്കലെത്തിയപ്പോ എന്നോട് പറഞ്ഞു, സ്വാമി ചെരുപ്പ് എവിടെ ഊരി വെക്കുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, അവിടെ എവിടെയെങ്കിലും അഴിച്ചു വെക്കൂ, ഇതിപ്പോ ഇത്ര വലിയ കാര്യം. അപ്പൊ എന്നോട് പറയണേ, തമിഴ്നാടാണ്, അടിച്ചോണ്ട് പോകുമെന്ന്. എനിക്ക് ചിരി വന്നു. ഇനി അടിച്ചോണ്ട് പോകുന്ന വിധത്തിൽ ഇദ്ദേഹത്തിന്റെ ചെരുപ്പ് എന്താണ്, ഏത് ചെരുപ്പാണെന്നറിയാൻ ഞാൻ അദ്ദേഹത്തിന്റെ കാലിലേക്ക് നോക്കി. വലിയ കുഴപ്പമൊന്നുമില്ല, തള്ളവിരലിന്റെ ഭാഗത്ത് എന്റെ കയ്യു കൊള്ളും, പുതിങ്കാലില് എന്റെ തലയും ഇടാം, അത്ര വന്ന ഓട്ടയുള്ളൂ. പഴയ ഒരു ഡൂണാർ ചെരുപ്പ്. ഇതിനെയാണ് ഇപ്പൊ ആരും അടിച്ചോണ്ട് പോകുമെന്ന് അയാൾ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, കേട്ടാ നിങ്ങൾ അതവിടെ അഴിച്ചു വെക്കുമെന്ന് നിർബന്ധിച്ചപ്പോ അവിടെ കൊയ്യാപ്പഴം വിൽക്കുന്നതായ പെൺകുട്ടിക്ക് എന്നെ അറിയാം. അവൾ വേഗം വന്നു, സ്വാമി ചെരുപ്പ് വെക്കാൻ പറ്റാൻ എനിക്ക് വിഷമിച്ച് നിൽക്കുകയാണല്ലേ, വിഷമിക്കണ്ട. ഇതിൽ നിന്ന് മൂന്നാമത്തെ കട, ഇവിടെ നിന്ന് മൂന്നാമത്തെ കട, അതിന്റെ അരികിലൂടെ ഒരു വഴിയുണ്ട്, അവിടെയാണ് എന്റെ വീട്. ഞാൻ ഈ ചെരുപ്പിനെ കഴുകിയിട്ട് അവിടെ കൊണ്ട് ഉണക്കി വെക്കാം, നിങ്ങൾ കയറി പൊക്കോളൂ എന്നും പറഞ്ഞ് അവള് രണ്ടുപേരുടെയും ചെരുപ്പിനെ കൈകൊണ്ടെടുത്ത് അവള് പോയി. അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് കുറെ ദൂരം കയറിയപ്പോ ഇടുമ്പരുടെ അവിടേക്ക് എത്തിയില്ല. അതിനു മുമ്പ് ഇയാള് സ്റ്റെപ്പിൽ ഇരുന്നു, വയ്യ പറഞ്ഞിട്ട്.
വയ്യാന്ന് പറഞ്ഞ് സ്റ്റെപ്പിലിരുന്ന ആൾ അവിടെ തന്നെ കടന്നു. എനിക്ക് പേടിയാവാൻ തുടങ്ങി. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്നറിയൂ, ഇയാളുടെ ആ മകനെ വിളിച്ചു. അത് പറയുന്നു, ആ ഫോണ് പറയുന്നു ഇയാൾ പരിധിക്ക് പുറത്താണെന്ന്. നിങ്ങളുടെ മക്കള് പരിധി വിടുമ്പോ ആദ്യം ഫോണ് പറഞ്ഞു തരും, അപ്പൊ തന്നെ നിയന്ത്രിച്ചോളും. അപ്പൊ ഞാന് രണ്ടാമത്തെ മകനെ വിളിച്ചു, അത് സ്വിച്ച് ഓഫ് ആണ്. അപ്പൊ ഞാൻ വേഗം മകളുടെ ഭർത്താവിനെ വിളിച്ചു. അയാള് ഫോൺ എടുത്തു. ഫോൺ എടുത്തിട്ട് എന്താ പ്രശ്നം സ്വാമി എന്ന് ചോദിച്ചു. നിങ്ങളുടെ അമ്മാനപ്പന് ഞാനും കൂടി പഴനിക്ക് വന്നു, ഇയാൾ ഇതാ സ്റ്റെപ്പിൽ കിടക്കണു വയ്യാതെന്ന്. അയ്യോ, സ്റ്റെപ്പ് കയറരുത് എന്ന് ഡോക്ടർ ഉറപ്പിച്ചു പറഞ്ഞതാണ്, കേറിയോ അയാള് എന്ന് ചോദിച്ചു. ഞാനും അവിടെ തളർന്നിരുന്നു. പിന്നെ എന്തുണ്ടായെന്നറിയോ, അയാളുടെ പരവശം കണ്ടപ്പോ ഞാന് ഒന്ന് രണ്ട് ആൾക്കാർ, ഇറങ്ങുന്ന ആൺകുട്ടികൾ ആരോ ഒന്ന് രണ്ട് പേര് എന്നെ പരിചയമുള്ളവരാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അവരെല്ലാവരും കൂടി പിടിച്ചു ഇറക്കി ചുവട്ടിലേക്ക് കൊണ്ടുവന്നു. ഇയാളുടെ കിടപ്പ് കണ്ടപ്പോ എനിക്ക് വലിയ പന്തി തോന്നിയില്ല. ആള് പോകുന്നൊരു സംശയം. അതുകൊണ്ട് ഞാൻ ആ പെൺകുട്ടി ചെരുപ്പ് വെച്ച വീടില്ലേ, ആ വീട്ടില് അവിടെ കയറിയപ്പോ ഉമ്മർത്ത പെൺകുട്ടിയുണ്ട്. ഞാൻ പറഞ്ഞു ഇയാൾക്ക് തീരെ വയ്യ, ഒന്ന് നിവർന്ന് കടത്തട്ടെ എന്ന് ചോദിച്ചപ്പോ അവൾ എന്നെ നോക്കിയിട്ട് പറയണേ, സ്വാമി ഇതിവിടെ എങ്ങാനും വടിയായാലേ എന്തായിരിക്കും എന്റെ വീട്ടിന്റെ അവസ്ഥ? ഇങ്ങനെയുള്ള സാധനമൊക്കെ പോവാനായ സാധനത്തിന് ഇവിടെ കൊണ്ട് കടത്തിയിട്ട് എന്റെ വീട് അശുദ്ധിയാക്കാനോ? ഇവിടെ നിന്ന് കടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. വളരെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് വേഗം തന്നെ ഒരു ഓട്ടോ പിടിച്ച് അവിടുത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിലേക്ക് ഓട്ടോ ഒന്ന് കൊണ്ടുപോകാൻ നിൽക്കുമ്പോ ഞാൻ അവളുടെ വീട്ടിൽ അവിടെ ഒന്ന് നല്ലവണ്ണം നോക്കി. അപ്പൊ എന്താണെന്നറിയോ, എന്റെ ചെരുപ്പും അയാളുടെ ചെരുപ്പും ഫാനിന്റെ ചുവട്ടില് ഒരു സ്റ്റൂളിൽ അവൾ കഴുകി വെച്ചിരിക്കുന്നു. മനസ്സിൽ വിചാരിച്ചു, ഈ ചെരുപ്പിനെ അവൾക്ക് അവിടെ കഴുകി വെക്കാത്രേ. എന്തോരം വില പിടിച്ച മനുഷ്യനാ, അയാളെ ഒന്ന് അവിടെ കടത്താൻ അവൾക്ക് പറ്റില്ല അത്രേ. ഒന്നും തോന്നിയില്ല. ഹോസ്പിറ്റലിൽ പോകുമ്പോഴേക്കും ആളും പോയി. ആള് പോയി കഴിഞ്ഞപ്പോ ഞാൻ മരുമകനെ വീണ്ടും വിളിച്ചു. അറിയാ സ്വാമി, പൂവമെന്ന മൂന്നാമത്തെ ഹാർട്ട് അറ്റാക്ക് എപ്പോ വേണമെങ്കിലും ഉണ്ടാവാന്ന് ഡോക്ടർ പറഞ്ഞതാണ്. വിഷമിക്കൊന്നും വേണ്ട, അതാ വരുന്നു എന്ന് പറഞ്ഞു. പറഞ്ഞ സമയത്തിനുള്ളിൽ അവൻ എത്തി. എങ്ങനെയാ അവൻ പള്ളിക്ക് ഇത്ര സ്പീഡിൽ വന്നെന്ന് എനിക്ക് അറിയില്ല. വന്നിട്ട് എന്ത് ചെയ്തെന്നറിയോ, സ്വാമി പേടിക്കണ്ട, ഡെഡ് ബോഡി ഇപ്പൊ വിട്ടു കിട്ടും, നമുക്കിപ്പൊ തന്നെ പോവാട്ടോ എന്ന് പറഞ്ഞു. ഞാന് എന്റെ സുഹൃത്തിന്റെ കാറിൽ ഫ്രണ്ടിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. എത്ര നേരം കഴിഞ്ഞിട്ടും ഡെഡ് ബോഡി വന്നില്ല. അപ്പൊ ഞാൻ അവനോട് പോയി ചോദിച്ചു, നിനക്ക് ഇവിടെ ആരെയൊക്കെ പരിചയമുണ്ട്, ഹോൾഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ 10 മിനിറ്റ് കൊണ്ട് ഡെഡ് ബോഡി വിടുന്നൊക്കെയല്ലേ നീ പറഞ്ഞത്, എത്ര നേരമായി വിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അവൻ പറയുന്നത്, ബോഡിയൊക്കെ അപ്പോഴേ വിട്ടു കിട്ടി സ്വാമി, പോവാൻ ആംബുലൻസിലാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, അയാളുടെ മകന്റെ വണ്ടി ആ 35 ലക്ഷം ഉൾപ്പെടെ സാധനം ഇവിടെ നെടുനീളത്തിൽ കിടക്കുമ്പോ ഇനി എന്താ ആംബുലൻസ് എടുത്ത് കേട്ടടാ അതിനകത്തേക്ക് എന്ന് പറഞ്ഞപ്പോ അയാൾ എന്നോട് ചോദിക്കുക, മരുമകൻ സ്വാമിക്ക് എന്താ തലയ്ക്ക് സുഖൂലിയെന്ന്. ഞാൻ ഞെട്ടിപ്പോയി, എന്ത് ചോദ്യ? അപ്പോഴേ അയാള് പറഞ്ഞത്, നാളെ മുതൽ എനിക്കും എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഇരിക്കേണ്ട വണ്ടിയാണിത്, അയാളുടെ സ്വത്തിന് മുഴുവൻ അവകാശി എന്റെ ഭാര്യ മാത്രമാണ്, ആ മക്കൾക്കൊന്നും കൊടുക്കുന്നില്ല അത്രേ, ആ വണ്ടി എന്റെയാണെന്ന് മുതൽ. അതുകൊണ്ടേ ഡെഡ് ബോഡി വെക്കില്ല. ഇങ്ങനെയുണ്ടോ? കുറച്ച് കഴിഞ്ഞപ്പോ വണ്ടി വന്നു, ആംബുലൻസിൽ അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി കയറ്റിയപ്പോ ആ പെൺകുട്ടിയെ ഞാനും വിളിച്ചു. കുട്ടിയെ, ആ ചെരുപ്പ് ഇവിടെ എന്ന് പറഞ്ഞു. എന്റെ ചെരുപ്പേ, അവിടെ എന്റെ ചെരുപ്പ് തന്നപ്പോ ഞാൻ കാലിലിട്ടു. മറ്റേ ഓട്ട ചെരുപ്പ് ആർക്ക് വേണം? അപ്പൊ ഞാൻ പറഞ്ഞു, പേസ്റ്റ് പിന്നിലിടാം ആ ചെരുപ്പ് എന്ന് പറഞ്ഞ ഉടനെ ഇവൻ വീണ്ടും ചോദിക്കുക, ആര്? മരുമകൻ, നിങ്ങൾക്ക് എന്താ സ്വാമി തലയ്ക്ക് സുഖൂലിയെന്ന്? ഈശ്വര, ചെരുപ്പിനെ കളയാൻ പറഞ്ഞത് എന്നെ വീണ്ടും ഇതാണല്ലോ പറഞ്ഞത്. അവസാനം ആ കഴുകിയ ചെരുപ്പിനെ അവൻ വാങ്ങിയിട്ട് കാലിൽ ഗണപതിയെ വെക്കുന്നവിടെ വെച്ചത് കണ്ടു. എന്റെ മനസ്സിലൊരു സന്തോഷം പറയണ്ട, എന്താ മാനപ്പനെ ദൈവത്തിനെ പോലെ കണ്ടിട്ടല്ലേ അവിടെ വെക്കുന്നത് എന്നല്ലേ. പിന്നെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി, ചെരുപ്പിനെ കളയാമെന്ന് വിചാരിച്ച് കുറച്ച് ദൂരം പോയപ്പോ ഞാൻ പറഞ്ഞു, കുട്ടിയെ ആ ചെരുപ്പ് വേണ്ട, എന്തിനാ അതിനെ ഇത്ര നല്ല കാറിൽ ഇങ്ങനെ വെക്കുന്ന? ചെരുപ്പ് പഴുതല്ലേ, അത് ഇത്രയും വലിയ ഓട്ട, അതിന് കളയൂന്ന് പറയാം. അപ്പൊ അവ പറയണേ, സ്വാമി കളയണ്ട, എന്താണറിയോ,
പത്തായെ പോലെ വീട് പൊളിച്ചു കളഞ്ഞ് പുതിയ ടെറസ് വെച്ചെങ്കിലും പഴയ കാലത്തെ കക്കൂസ് ആ വളപ്പിന്റെ അറ്റത്തുണ്ട്. അപ്പൊ അവിടേക്ക് വല്ലപ്പോഴും പോകുമ്പോ ഈ ചെരുപ്പ് ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ടാണത്രേ അത് സൂക്ഷിക്കുന്നത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? ഒരൊറ്റ എണ്ണത്തിന് ഒരു കുറ്റി ചെരുപ്പിന്റെ വിലയില്ല. എന്നാലും അഹങ്കാരത്തിനൊരു കുറവുമില്ല. പാരമ്പര്യമായിട്ട് കൃഷി അനുഭവിച്ചു വന്നവരായ നമ്മള് അന്ന് 8ഉം 10ഉം മക്കളായി ഇരുന്നിട്ട് നമ്മുടെ വലിയമ്മയും ചെറിയമ്മയും ഒക്കെ ശങ്ക കൂടിയെങ്കിലും അവരൊക്കെ പെറ്റാലും മരിച്ചാലും ഒക്കെ വരുമായിരുന്നു. ഇപ്പോ ആ സാഹചര്യമൊക്കെ പോയി. ഇപ്പൊ ഓരോ വീട്ടിലും ഒരു തള്ളയും കിഴവനും ഒക്കെ അത്യാവശ്യമുണ്ട്. മുതലൊക്കെ കൃഷി എല്ലാവരും വിറ്റു. ആർക്കും വേണ്ട. അടുത്ത തലമുറ എവിടെയാണ് സെറ്റിൽ ആവുന്നത്? അമേരിക്കയിലോ അതല്ലെങ്കിൽ ആസ്ട്രേലിയയിലൊക്കെയാണ് സെറ്റിൽ ആവാൻ പോകുന്നത്. എന്നിട്ടും ഈ ചങ്ങലയുടെ അവസാനത്തെ കണ്ണിയായിട്ടും നമ്മൾ അഹങ്കാരം വല്ലതും ചുരുക്കിയോ? ഇപ്പോഴും നമ്മൾ അഭിപ്രായ വ്യത്യാസവും ഒത്തുകൂടലും തന്നെ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു കഥ പറഞ്ഞു. കോഴി വാങ്ങിക്കൊണ്ടുവന്ന് കൂട്ടിലിട്ട കഥ അല്ലേ? രണ്ടും കൂടി കൊത്തുകൂടുമ്പോ പുറകിൽ നിന്ന് കോഴിയെ നേരാക്കുന്നവൻ ചോദിച്ചു, ഇനി കൊത്തുകൂടിയിട്ട് എന്താ കാര്യമെന്ന്. ഇനി കേസ് കൊടുത്തിട്ടും കൊത്തുകൂടി നടന്നിട്ടും ഒരു കാര്യമില്ല, ഒക്കെ വളർത്ത് വെച്ചവരാ, വിരിച്ചു കിടക്കാൻ വലിയ നേരമൊന്നും വേണ്ടാന്നാ പറഞ്ഞത്. മനസ്സിലായോ? ആധ്യാത്മികമായിട്ട് ചിന്തിച്ചില്ലെങ്കിലും പോലും ആ രാമായണത്തിലെ കൂടപ്പറപ്പുകളുടെ മഹത്വം പറഞ്ഞു ഇല്ലേ? നമുക്ക് അന്യോന്യം സ്നേഹം വേണ്ടേ? രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാര് നല്ല സ്നേഹത്തിലായിരുന്നു. രാമനെ പിരിഞ്ഞ് അന്ന് മുതൽ ഭരതൻ എന്ത് ചെയ്തിട്ടില്ല? രാമൻ ജീവിക്കുന്നത് പോലെ തന്നെയാണ് ജീവിച്ചത്. ഭക്ഷണം കഴിച്ചിട്ടില്ല, കായ്കനികൾ തിന്ന് ജടാവൽക്കലാദികൾ ധരിച്ചു ജീവിച്ചു. കാട്ടിലേക്ക് ചെന്നപ്പോ കുഹൻ പറയുന്നു, നാട്ടിലല്ലേ കൂടപ്പിറപ്പുകൾ തമ്മിൽ അടികൂടി കേസും കൊണ്ട് നടക്കണത്, ഇവിടെ അതില്ല. കാട്ടിലുള്ള സ്വത്തിന്റെ 40% നാട്ടിലില്ല. അങ്ങയുടെ മൂക്ക് വേർക്കാതെ രാജാവാക്കി ഇവിടെ ഞാൻ വാഴിച്ച് അങ്ങയെ പരിചരിക്കാം രാമ എന്ന് പറഞ്ഞു. രാമൻ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, കൂടപ്പിറപ്പിന് ബുദ്ധിമുട്ട് വരുമ്പോൾ സഹായിക്കുന്നവനാണ് കൂടപ്പിറപ്പ്. കൂടപ്പിറപ്പിന് ബുദ്ധിമുട്ട് വന്നാൽ എന്ത് ചെയ്യുന്നറിയോ? പറയാൻ പറ്റാവുന്നതിൽ അപ്പുറം കുറ്റങ്ങളൊക്കെ പറഞ്ഞ് അവനെ പതുക്കെ ഒഴിവാക്കും. രാമൻ കാട്ടിനകത്ത് ചെന്നിട്ട് ആ സീത നഷ്ടപ്പെട്ടപ്പോഴ് സുഗ്രീവനെ കൂട്ടുപിടിച്ചപ്പോഴ് സുഗ്രീവൻ സീതയെ അന്വേഷിക്കുന്നതിന് വാനരന്മാരെ കൊടുത്തപ്പോഴ് സുഗ്രീവന്റെ അധ്വാനം കണ്ടപ്പോ സുഗ്രീവനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, എന്താ പറഞ്ഞറിയോ? കൂടപ്പിറപ്പിന് ആപത്ത് വരുമ്പോ അവന്റെ കൂടെ നിൽക്കേണ്ടവനാണ് കൂടപ്പിറപ്പ്. നമ്മുടെ കൂടപ്പിറപ്പിനെ കുറിച്ച് പറയണം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വിഭീഷണനെ പരിചയപ്പെട്ടു. വിഭീഷണനും രാമന്റെ കൂടപ്പിറപ്പായി. വളരെ ആത്മാർത്ഥമായിട്ട് രാമനോട് പെരുമാറി. അവസാനം ഭരതൻ പറയുന്നുണ്ട്, ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ, അതുപോലെ തന്നെയാണ് ഗുഹൻ, പിന്നെ സുഗ്രീവൻ, വിഭീഷണൻ, നമ്മൾ 7 പേരാണ് കൂടപ്പിറപ്പ് എന്ന്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാന് സ്കൂളില് പ്രാർത്ഥന ചൊല്ലും. ഭാരതം എൻ്റെ രാജ്യമാണ്, എല്ലാ ഭാരതീയരും എൻ്റെ സഹ ഉദരന്മാരെന്നാ. കേട്ടു? ഇപ്പൊ അതൊന്നും ചെല്ലണ്ട. ആർക്കും സഹോദര ബന്ധത്തിന് ഒരു വിലയുമില്ല. അണുഫാമിലി ആയതാണ്. പഴയകാലത്തെ ചടങ്ങുകളൊക്കെ പലതും ചെയ്യുമ്പോ ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് ഞാനടക്കം ഘോഷിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് ഘോഷിച്ചതായ ചടങ്ങുകളൊക്കെ ഒന്നിപ്പോ വീട് കിട്ടിയാൽ, ഇപ്പൊ ഒരു പിറന്നാള് ഉണ്ടെങ്കിൽ ആരെ വിളിക്കണം? കൂടപ്പിറപ്പുകളൊന്നും വരില്ല, അവർക്കൊക്കെ തിരക്കുണ്ട്. ഇനി കല്യാണം ഉണ്ടെങ്കിലോ അതിനും വരാൻ നേരമില്ല. ബന്ധങ്ങളാണെങ്കിലോ അതുമില്ല. എന്നാ ഫേസ്ബുക്കിൽ നിന്ന് ഒരു തള്ളം ഈ ബെല്ലെടുക്കണമില്ല. പറഞ്ഞത് മനസ്സിലായോ? കാലം അവിടേക്ക് എത്തി. അപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചാല് മനുഷ്യജന്മം വളരെ ചെറുത്. അതിന് കുടുംബ ബന്ധങ്ങളോ സ്നേഹബന്ധങ്ങളോ കൂടപ്പറപ്പുകളോ ഉള്ളതായ ബന്ധമൊന്നും നമുക്കില്ല. പിന്നെ നമ്മളെന്നുള്ളതായ അഹങ്കാരം കൂടുതലുണ്ട്. ആ അഹങ്കാരമാവട്ടെ ഒരു
ചെരുപ്പിന്റെ തേഞ്ഞു പോയ ചെരുപ്പിന്റെ വില പോലും നമ്മളിൽ ഇല്ലെന്ന് ഈ കഥ കൊണ്ട് നമ്മൾ പഠിച്ചു.